ഇവരെ യൂട്യൂബ് ബ്ലോക്കിലേക്ക് കൊണ്ടുപോയിക്കോളും. സഭാതലം നാഗമയോഗമേ സ്വാഗതം സ്വാഗതം സ്വാഗതം. ഇവൻ അസല് പണിയാന്ന്. ഇവനൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലേ അടുത്ത മുഖ്യമന്ത്രിയാ ഉറപ്പാ. ഏതായാലും ശിക്ഷ അനുഭവിച്ചു തീർന്നെങ്കിലും കുട്ടി നിരപരാധിയാണെന്ന് ലോകം അറിഞ്ഞല്ലോ. അത്രയും ഭാഗ്യം. എല്ലാരും അകത്തായ സ്ഥിതിക്ക് ഇനി ശത്രുക്കളുടെ ശല്യം ഉണ്ടാവില്ല. ആ ഡിവൈഎസ്പി സസ്പെൻഷനിലായി. ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ രാധയ്ക്ക് പുറത്തിറങ്ങാം. പിന്നെ കല്യാണത്തിനുള്ള താലിമാല ഞങ്ങൾ സ്റ്റാഫിന്റെ വർക്ക് ഗിഫ്റ്റ് ആണ് കേട്ടോ. അറിഞ്ഞില്ലേ, നമ്മുടെ സൂപ്പർ സ്റ്റാർ സ്ഥലമാറ്റമായി. പുതിയതായി വരുന്നത് അകത്ത് കിടക്കുന്ന മന്ത്രിയുടെ ആളാ. എല്ലാ വിഷയത്തിലും ഒരു കുഴപ്പം പിടിച്ച സാധനാണെന്നാ കേട്ടെ. നീർക്കോലെന്ന ഇരട്ടപ്പേര്. ഒരു ഓഫീസറെ കണ്ട എഴുന്നേക്കണം അറിഞ്ഞൂടാ. കേക്ക് രവി അല്ല കൊക്ക് രവി. അത് എന്നെ എഴുതണേ. എന്ത് ചെയ്യടാ എല്ലാം കൂടി? സാറ് തിന്നാനും കുടിക്കാനുള്ള പാത്രങ്ങളല്ലാതെ ഒരു സാധനം അത് കണ്ടുവരുത്. എടുത്തെറിയണതെല്ലാം പുറത്തേക്ക്. പഴയ പോലെ ചിരിയും കളിയൊന്നും ഇനി ഇതിനകത്ത് നടക്കില്ല. യഥാർത്ഥ ജയിൽ എന്താണെന്ന് നിന്നെയൊക്കെ വേണ്ടി പഠിപ്പിച്ചു തരാടാ. എന്താണത്? ഇങ്ങെടുത്തിട്ട് വാടാ. എന്റെ കല്യാണക്കുറികളാ. ഒരാഴ്ച ഞാൻ റിലീസാ. ഓ, നീയാണല്ലേ ഉണ്ണിക്കുട്ടൻ. ഇതൊന്നും ഇവിടെ സൂക്ഷിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞുകൂടാ നിനക്ക്. അവന്റെ ഒരു കല്യാണക്കുറി. നിന്റെ കേസ് എന്താ? നിനക്കെന്താ നാവില്ലേ? ഒരു ട്രാഫിക് എസ്ഐ തല്ലിക്കൊല്ലാൻ നോക്കിയ കേസാ സാർ. അതാ നീ മിണ്ടാത്തെ അല്ലേ? പോലീസുകാരെ നീ അടങ്ങി ഒതുങ്ങി എല്ലാം ഇവിടെ കഴിഞ്ഞോണം. തണ്ട് കാണിക്കാൻ നിന്നാ എല്ലാത്തിനെയും ചവിട്ടി എല്ലോടിക്കും ഞാൻ. മനസ്സിലായടാ? ഈ 2 കൊല്ലം മുമ്പുള്ള കേസിന് ഇപ്പൊ എന്തിനാ തല്ലിയത്? നീർക്കോല് പണി തുടങ്ങി മോനെ. ഇനി എല്ലാരും അത്താഴം മുടങ്ങും. ഉച്ചിച്ചോളി സാർ. ആ വരുന്നതാ ഉണ്ണിക്കുട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. സർ, ഇന്ന് റിലീസിംഗാ. ഇവളെ ശരിക്കൊന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് കാലാവധി തീർന്നു പോയല്ലോ. എന്റെ ക്വാർട്ടേഴ്സിൽ ഒരാളെ കുക്കിങ്ങിന് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഭാര്യ നാട്ടിൽ പോയിരിക്ക. ഏതായാലും ഇവൾ അവിടെ കുറച്ചു ദിവസം നിക്കട്ടെ. അയ്യോ സാറേ, ഈ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. ഉണ്ണിക്കുട്ടനായിട്ടല്ലേ? അതൊന്നും നടക്കാൻ പോണില്ല. 2 വർഷത്തെ നിന്റെ ശമ്പളം ഈ നിസ്സാര തുകയാ. അവിടെ വന്ന് കുറച്ചു ദിവസം നിന്ന് ഇതിന്റെ 4 ഇരട്ടി വാങ്ങിച്ചോണ്ട് പോവാ. എന്തു പറയുന്നു? സോറി സർ, സാറ് പറയുന്ന ജോലിക്ക് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. തൽക്കാലം എക്സ്പീരിയൻസ് ഉള്ള സാറിന്റെ ഭാര്യയെ തന്നെ നിർത്തുന്നതായിരിക്കും നല്ലത്. താങ്ക് യു സർ. മാഡം തീർച്ചയായും കല്യാണത്തിന് വരണം. വരാം. പോട്ടെ. എന്നാലും സാറിനെ ഈ അവസ്ഥയിൽ കാണുന്നതിൽ സങ്കടമുണ്ട് സാർ. 14 ദിവസം റിമാൻഡ് അല്ലേ? സാരമില്ലടോ.
ഉടനെ ജാമ്യം കിട്ടും. അല്ലെങ്കിൽ ഈ ജയിൽവാസം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്ക് ഒരു അലങ്കാരമല്ലേടോ. എന്നെ അവസ്ഥയിലാക്കിയവൻ ഇവിടെ തന്നെ ഇല്ലേ? താൻ അവന്റെ കാര്യം നോക്കിയാൽ മതി. ഇനി ഇവിടെ നമ്മൾ പുറത്തിറങ്ങില്ല സാർ. നാളെ പുതിയൊരു അഡ്മിഷൻ വരുന്നുണ്ട്. നമ്മുടെ ആളാ. തടവുകാർ തമ്മിലുള്ള അടിപിടിയിൽ ഒരു മരണം, അതായിരിക്കും റിപ്പോർട്ട്. അല്ലെങ്കിൽ മീഡിയാസ് വെറുതെ പ്രശ്നം ഉണ്ടാക്കും. എന്ത് പൊക്കമായത്? തെങ്ങേ നോക്കുന്ന പോലെ നോക്കണമല്ലോ. ആഹാ, പുതിയ ആളെത്തിയില്ലോ. ഇതെന്താ BSNL ടവറോ? എന്ത്? ഫാൻ കെ നീച്ചെ സെ ഹട്ട് ബേ. നീ വന്നവിടെ സാറ് കളിക്കാനാ? പോയി ആ മൂലക്കെങ്ങാനും പാവിരിച്ച് കിടക്കട മോനെ. പോടാ, പായലും ഉള്ളെടുത്തട്ടാ. സുൻതാ നയ്യാ തെരക്കോ ബോലാ നാ. ഹട്ട് ചൽ. നീ ആരാ? അമിതാഭ് ബച്ചനാ? ഇവിടെ സാധാരണ വന്നം പറഞ്ഞ് ഞങ്ങളാണ് റാഗേണ്ട. നീ ഞങ്ങളെ റാഗേണ്ട. നീ പോടാ. എന്താണ് ഈ കാണിക്കണത്? തെരാ ബാത് കോ മാറൂംഗാ ഞാൻ. ഇവിടെ ഉള്ള സകല ആൾക്കാരെ കല്യാണം വിളിച്ചത് ഒരാളും വരൂലെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പൊ കേൾക്കണു റിലീസിങ്ങും അതുപോലെ പരോളൊക്കെ ആയിട്ട് ഒരു 50 പേരെങ്കിലും കാണുന്നു. ടെൻഷൻ അടിച്ച് ഫസ്റ്റ് നൈറ്റ് ഇറങ്ങുന്നു ഉറപ്പായി. എന്താ ഇത്? വേണ്ട ഉണ്ണി, നീ ഒന്നിലും ഇടപെടണ്ട. നിനക്കുടനെ പുറത്തിറങ്ങാനുള്ളതാ. आजा आजा बेटा, आना। डर गए क्या बेटा? क्या रे? चलना। വേണ്ട. हट बेटे। अरे अरे സാറേ, സാറേ ഒരുത്തം വന്നവിടെ പ്രശ്നം ഉണ്ടാക്കണു. പരാതിയൊക്കെ സൂപ്രണ്ടിനോട് പറഞ്ഞാൽ മതി. ആരെയും ബ്ലോക്കിന് പുറത്തേക്ക് വിടണ്ടെന്നാ പുതിയ ഓർഡർ. ഗോപി സാറോടെ? ഗോപി സാറ് ലീവില്ല. എന്ത് തോന്നിയ സാറെ കാണിക്കുന്നത്? വെള്ളത്തിൽ ഇറങ്ങിയാ കുളിക്കല് വൃത്തിയിട്ടാണ്. നിന്നോട് പറഞ്ഞു വിടാൻ.
എന്തെങ്കിലും മെക്കിട്ട് വന്നിട്ടല്ലോ നിന്നെ ഞങ്ങളെ പായിച്ചു വിട്ടും ശവായിട്ട് പാട്ടി. സാറേ ഇവനുണ്ടല്ല, ഇവനെ അങ്ങ് കൊണ്ടുപോവാ. സാറേ ഞാനല്ല, ഇവനെടുത്ത് ആശുപത്രി കൊണ്ടുപോവാ. സാറേ അവനാ. ഞാൻ പറഞ്ഞ ഞാനല്ല, അവനാണ്. എനിക്കറിയാടാ. ഇട്ട് തൂക്കണവനെ. വേണ്ട സാറേ, എന്നൊന്നും ചെയ്യില്ല സാറേ. മന്ത്രിയെ ജയിലിലാക്കിയിട്ട് നീ കല്യാണം കഴിച്ച് സുഖിക്കാൻ പോകുന്നോടാ. നീ സുഖിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഇപ്പൊ മനസ്സിലായോടാ യഥാർത്ഥ ജയിൽ എന്താണെന്ന്. മാറി നിൽക്കണോ? സാറേ ഇത് വളരെ ക്രൂരമായി പോയി സാർ. പിന്നെ ഞാനെന്താ ഇവന് ഉമ്മ കൊടുക്കണം. സഹതടവുകാരനെ വധിക്കാൻ ശ്രമിച്ചതിന് ഇവനെതിരെ കേസ് ചാർജ് ചെയ്യണം. ഒരു 5-6 കൊല്ലം കൂടി അകത്ത് കിടക്കട്ടെ. സാർ തെറ്റ് ഇവന്റെ ഭാഗത്തല്ല, അക്രമം കാണിച്ചത് ഹിന്ദിക്കാരനാണ്. എന്നിട്ടാണോ ജയിലാശുപത്രിയിൽ അവൻ സീരിയസ് ആയി കിടക്കുന്നത്? താൻ പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. ബുദ്ധിമുട്ടാണ് സാർ. മേലുദ്യോഗസ്ഥന്റെ തോന്നിവാസം നടപ്പാക്കാനല്ല സർക്കാർ എനിക്ക് ശമ്പളം തരുന്നു. വെറുതെ അലറി തൊണ്ട പൊട്ടിക്കണ്ട സാർ. ആ സംഭവത്തിന് 5-ാം ബ്ലോക്കിലെ തടവുകാർ മുഴുവൻ സാക്ഷികളാണ്. അവർ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കും. അന്വേഷണം വരുമ്പോൾ ഞാനും മൊഴി കൊടുക്കും അവർക്ക് അനുകൂലമായിട്ട്. പിന്നെ സാറിന്റെ തൊപ്പി പെരപ്പുറത്തിരിക്കും. ഒരു ചുക്കും ചെയ്യില്ല സാർ. ആ അധികാരമൊക്കെ പണ്ട്. ഇപ്പം മന്ത്രിമാർ വരെ ജയിലിൽ കിടക്കുന്ന കാലമാണ്. സാർ സൂക്ഷിച്ചു. അഴിച്ചു വിടോ. ഉണ്ണിക്കുട്ട, ഇനി എന്നെ ഒന്നിനെ കൊള്ളില്ല കാതർക്ക. ഇനി ഒരിക്കലും ഞാൻ ജയിലിലേക്ക് വരില്ല. എനിക്ക് വരണ്ട. താൻ വെറുതെ മണ്ടത്തിലൊന്നും കാണിക്കണ്ട. സ്ഥിരം വന്ന് ജയിലിൽ കിടക്കുന്നവന് ഇതൊന്നും വലിയ ശിക്ഷയല്ല. അവനുള്ള ശിക്ഷ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവനെ കാത്തിരിക്കുന്ന പെണ്ണുണ്ടല്ലോ, എന്നെ കുടുക്കിയവള്, അവളിന്ന് രാത്രി കൊല്ലപ്പെടും. നാളെ പുറത്തിറങ്ങുന്ന അവൻ കാണുന്നത് അവളുടെ ശവമായിരിക്കും.